ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വാട്ടർഫോർഡ് സിറ്റിയിൽ തന്നെയാണുള്ളത്. ഇന്ന് ഇവിടെ കുറേ ദിവസമായി ഇവിടെ ഒന്ന് വരണമെന്ന് വിചാരിക്കുന്നു. കാരണം ക്രിസ്മസ് ആകുമ്പോഴത്തേനും ഇവിടെ വിൻ്റർവെൽ എന്നുള്ളൊരു പരിപാടിയുണ്ട്. ഒരു നവംബർ പകുതിയോടുകൂടി തുടങ്ങി ഡിസംബർ 23 വരെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ക്രിസ്മസ് മാർക്കറ്റ് എന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഇത് വിൻ്റർവെൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ക്രിസ്മസിൻ്റെ കുറേ റൈഡ്സുകൾ, അതുപോലെ ഷോപ്പുകൾ, പിന്നെ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് ഇപ്പം സിറ്റി ഉള്ളത്. അപ്പോൾ ഇന്ന് ഒരു ദിവസം പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ കാണാം. നല്ല നല്ല കാഴ്ചകളിലേക്കൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇത് എല്ലാ വർഷവും ഇവിടെ ഉള്ളതാണ്. ഈ സെയിം സംഭവം എല്ലാ വർഷവും ഇവിടെ എത്തും. ക്രിസ്മസിന് ഈ ഒരു മാസത്തോളം ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ സ്കേറ്റിങ്ങിന്റെ ടെമ്പററി ആയിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ കെയർഫുൾ ആയിട്ട് ആൾക്കാർ അറിയുന്നവർ മാത്രമേ ഇതിനകത്ത് കയറാവുള്ളൂ. ഇല്ലെങ്കിൽ തെന്നിയടിച്ച് വീണ് ഒത്തിരി പേർക്ക് ഇഞ്ചുറി വരാറുണ്ട്. ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട്. ഭയങ്കര തിരക്കാണ് ഇവിടെ. അതുകൊണ്ടോ എല്ലാവരും ക്യൂ ആണ്. എല്ലാ റൈഡ്സിലും കയറാൻ വേണ്ടി ആൾക്കാരെ ക്യൂ ആണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ സംഭവം ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ആൾക്കാരെ കയറ്റുന്നു, അടുത്ത് ഇറക്കി വിടുന്നു. ഇത് കുഞ്ഞു കുട്ടികൾക്കും മറ്റും കളിക്കാനുള്ള എവിടെ ചെന്ന് കഴിഞ്ഞാലും ക്യാൻഡിയും ഐസ്ക്രീമും പോപ്കോണും ഒക്കെ കിട്ടുന്ന ഇതുപോലെ തന്നെ ഒരു കട കാണും. കാരണം പിള്ളേരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇത് അവരിലെല്ലാം ഒരുപാട് സംഭവമുണ്ട്. രണ്ടുപേരും എക്സൈറ്റ്, ഭയങ്കര എല്ലാ റൈഡിലും കയറാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നവര്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 5 യൂറോയാണ്. പിള്ളേർക്ക് 5, വലിയവർക്ക് 6 യൂറോയും. അങ്ങനെ എല്ലാവരും ക്യൂ നിൽക്കുവാണ്. ഇനിയിപ്പോ ഇങ്ങനെ കറങ്ങി അടിച്ചു വേണം പോവാൻ. അതാണ് അതിന്റെ ക്യാബിൻ. ഇൻഡിവിജ്വൽ നമുക്ക് ഫാമിലിക്കൊക്കെ ഒരു സെപ്പറേറ്റ് ക്യാബിൻ ഉണ്ടാവും. അപ്പോ ഇതിലേ കൂടെ എൻട്രി, അതിലേ കൂടെ എക്സിറ്റ് അപ്പുറത്തൂടെ. ഓ, അങ്ങനെ ഇരുന്നു. നല്ല തണുപ്പാണ് ഇന്ന് കേട്ടോ. സ്നേഹയും ബേബിയും ഒരു സീറ്റില്, ഡേവിഡും ഞാനും ഒരു സീറ്റില്. ഇത് ഭയങ്കര സ്ലോലി പൊങ്ങുന്നത് കേട്ടോ. നമ്മള് ഭയങ്കര സ്പീഡിലൊന്നുമല്ല. നമ്മുടെ നാട്ടില് ചില തൊട്ടിലാട്ടൊക്കെ കണ്ടില്ലേ, അതുപോലെയൊന്നുമല്ല. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ട് വാട്ടർഫോർഡ് സിറ്റി ഏകദേശം ഫുള്ള് കാണാം. സൺഡേ ആണ്. വൈകുന്നേരം ഇപ്പൊ ഈ ക്രിസ്മസിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്. ഇല്ലെങ്കിൽ ഇച്ചിരി കൂടെ തിരക്ക്, ഓഫീസ് ടൈം കഴിഞ്ഞ് തിരക്ക് കൂടുന്നതാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ വാട്ടർഫോളിന്റെ ഒരറ്റാണ് സിറ്റിയുടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഐസ് സ്കേറ്റിംഗിന്റെ സ്ഥലം ഇവിടെയാണ്. നമുക്ക് അതിനകത്ത് ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് സ്കേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇവിടെ ഗ്ലാസ് ഹൗസിൽ കൂടെ നമുക്ക് ഈ ഗ്ലാസിന്റെ അകത്തൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ പറ്റാറുണ്ട്. പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് സംഭവം തിരിച്ചു വന്ന് വീണ്ടും എടുത്ത് കാറിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇല്ലെങ്കിൽ എപ്പോഴാണ് ഇവന്മാർ വന്നിട്ട് ഇത് പൊക്കിക്കൊണ്ട് പോകുന്നത് വണ്ടിയിൽ ഫൈൻ അടിച്ചിട്ട് പോകും. അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ ക്ലാമ്പ് ചെയ്യും. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അവർ കാണാൻ പാകത്തിന് വെക്കണം. അവർ വന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ആ സമയത്തിന് ഇറങ്ങി പോവുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അതും ഫൈനാണ്. നമ്മളിവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോവാണ്. എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. പിന്നെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. പതിപോലെ ഒന്നുമില്ല. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോയ്സും ക്രാഫ്റ്റ് വർക്കുകളും പരിപാടിയൊക്കെയാന്ന് തോന്നുന്നു. ഇന്ന് നമ്മളധികം ഇൻട്രസ്റ്റഡ് അല്ല. ഇത് അമ്മച്ചിയുടെ സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്തു. നമ്മൾ ഇപ്പോൾ സമയം 5:30 ആയി. എന്നാലും ഓരോന്നൊക്കെ തീരാൻ തുടങ്ങി. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് നെറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ സ്കാർഫ്, ക്രിസ്മസ് ഹാറ്റ്, ഇതൊക്കെയാണ്. എൻ്റെ പണി ഇതുകൊണ്ടോ ഒരു വലിയ, നേരിട്ട് കാണുമ്പോൾ വലിയ ഭയങ്കര മുഴുപ്പാട്ടോ അതിന്. അമ്മച്ചി എൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇടുക. വന്നതുകൊണ്ട് ഒരു വലിയ പട്ടിനെ കാണാൻ പറ്റും.
റീട്യൂൺഡ് അപ്സൈക്കിൾഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതൊന്ന് ഉപയോഗിച്ചത് വീണ്ടും നന്നായിട്ട് റീട്യൂൺ ചെയ്ത് വെക്കാനിട്ടിരിക്കണം അവിടെ. ഇവിടെ നല്ല ബർഗർ, നല്ല ചാർക്കോളിനകത്ത് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബർഗർ. ഈ തണുപ്പത്ത് ഇതിന്റെ ഈ പുകയും മണമൊക്കെ അടിക്കുമ്പോൾ എന്തൊരു മനം വഹിക്കുന്ന ഒരു അരോമാറ്റിക് സ്മെല്ലാണ് കേട്ടോ. ഇവർ ഈ ചാർക്കോളിന്റെ ഈ മെഷീനകത്തിട്ട് വെച്ചിട്ടാണ് ഇതെല്ലാം ബേക്ക് ചെയ്യുന്നത്. നല്ല തിരക്കാണ് ഇവിടെ, ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. നല്ല ക്രീം കേക്ക്. ഇവർക്ക് കളർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ കളറിലുള്ള ക്യാൻഡി ഉണ്ടാക്കി തരും. യെല്ലോ ചൂസ് ചെയ്തെങ്കിലും യെല്ലോ ഒന്നും വന്നില്ല, വെളുത്തിരിക്കുക സാറ. ഡേവിഡിന് ഇപ്പത്തെ ആക്രാന്തേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പകുതിയാകാൻ നിൽക്കില്ല, അതിനുമ്പ് അത് എടുത്ത് കളയാൻ തുടങ്ങും. ഈ ഭാഗത്തും എല്ലായിടത്തും ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ. ചിലയിടത്തൊക്കെ തിരക്കുണ്ട്, ചിലയിടത്തൊക്കെ പയ്യെ അവര് കൂട്ടാൻ വേണ്ടി തുടങ്ങി. കൂടുതലായിട്ടും ക്രിസ്മസ് ഹാറ്റ്, സ്കാർഫ്, അത്ര സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ കണ്ടത്. അത്യാവശ്യം നല്ല ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഇതൊക്കെ വൈകുന്നേരം ആയതുകൊണ്ടാണ് തോന്നുന്നത് സംഭവം നല്ല അടച്ചു, ആരുമില്ല നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള മിക്ക പരിപാടികൾക്കും ഈ ഇവരുടെ ഒരു ടെന്റ് ഇവിടെ കാണും. നല്ല ഹോട്ട് ഡോഗ് നല്ല ചാർക്കോളിനകത്ത് വെച്ചിട്ടുള്ള. ഒരു വലിയ മരം തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ പോലെ അലങ്കാരങ്ങളൊന്നുമില്ല. മുകളിൽ ഒരു ലൈറ്റ് മാത്രമുണ്ട്, നക്ഷത്ര ലൈറ്റ് മാത്രം. ഇത് ഒരു റൈഡാണ്. ഇതുകൊണ്ട് ഇതുപോലെ ഈ നമ്മുടെ ഒരു കയറിന്റെ ഒരു മാറ്റയിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ സ്പൈറലായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു ചെറിയൊരു പിള്ളേർക്ക് €2 ടിക്കറ്റേ ഉള്ളൂ. മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ വരും. ഇത് ജിഞ്ചർ ബ്രെഡ് മേക്കിംഗ് വർക്ക്ഷോപ്പ്. എവിടെ ചെന്നാലും പിള്ളേരെ പ്രലോഭിപ്പിക്കുന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഇതുണ്ടോ, ഇഷ്ടം പോലെ ജെല്ലീസ്. ഇപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ഗ്ലൗസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാഗ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടുന്ന് എടുക്കുക. ഇനിയിപ്പോ ഇത് എടുക്കാതെ ഇവിടുന്ന് വിടത്തില്ല പിള്ളേര്. നമ്മൾ ഇത്രയും മേടിച്ചിട്ടുണ്ട്. ഇവിടെ തൂക്കിയാണ് വരുന്നത്. മൊത്തം €6. ഇവിടെ ഇപ്പൊ ഒരു ഷോ ആണ് നടക്കുന്നത്. എല്ലാ കാമണിക്കൂർ കൂടുമ്പോഴും അരമണിക്കൂർ കൂടുമ്പോഴാണ് സംഭവം. തിരക്കുള്ള ഏരിയ കേട്ടോ. ഇവിടെ എല്ലാ കടയിലും ഭയങ്കര തിരക്ക്. നമ്മള് തൽക്കാലം ഇവിടെ നിർത്തി തിരിച്ചു പോവാണ്. നേരത്തെ പോയപ്പോ ഇത് ഇങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് അവർ സംഭവം നിർത്തി പോയതാണ്. പക്ഷെ ഇതിപ്പം ഫുൾ സ്വിംഗില് സംഭവം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വാട്ടർഫോളിലെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണ് കേട്ടോ. ചെറിയതാണെങ്കിലും അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡബിളിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒട്ടുമില്ല.
ഓൾറൈറ്റ് പേപ്പർ കടിക്കാറാ. ക്രിസ്മസ് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ തീരുകയാണ്. ഇന്റർവെൽ ഇവിടെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരം 7-8 മണി വരെയൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ വന്ന വഴിക്ക് കുറെ മലയാളികളെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇനിയും പിള്ളേരൊക്കെ ആയിട്ട് ഇതൊക്കെ കാണിക്കാൻ പോവാണ്. നല്ലൊരു കാലാവസ്ഥ ഇന്നുണ്ടായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.